NSSന്റെ നിലപാടിൽ ആശങ്കപ്പെടുകയാണ് ഇപ്പോൾ UDF നേതൃത്വം. അനുനയ നീക്കം വേണമെന്ന് കോൺഗ്രസിൽ ആവശ്യമുയരുമ്പോഴും ആര് മുൻകൈയെടുക്കും എന്നതിൽ ഇപ്പോഴും വ്യക്തമായൊരു ധാരണ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ സമീപിച്ചിട്ടില്ല എന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളെല്ലാം കാണാൻ വരുന്നുണ്ടോ ഇന്നലത്തെ സംഭവത്തില്? ആരും പറഞ്ഞില്ല, ഒന്നുമില്ല കേട്ടോ, അറിയൊന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല, അവർക്ക് പ്രത്യേകമായിട്ട് ആരോടും വിഷയാധിഷ്ഠിതമാണ്. പ്രത്യേകമായിട്ട് ആരോടും വിരോധവും ഇല്ല, സ്നേഹവും ഇല്ല. ഇതിനകത്ത് പത്രത്തിനകത്ത് എല്ലാം കണ്ടു ഞാൻ നല്ല വാർത്ത. സത്യത്തിൽ ഈ പുതിയ നേതൃത്വത്തോടുള്ള ഒരു അതിർത്തിയാണോ ഈ പ്രശ്നങ്ങളൊക്കെ? അതെ, സതീശനോട് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനൊന്നുമില്ല, അതുകൊണ്ടൊന്നും അല്ല, അതില്ല, അതുണ്ടായിരിക്കാം. പക്ഷെ ഈ വിഷയം ഇതെന്ന് പറയുന്നത് ശബരിമല വിഷയത്തിൽ അവരെടുത്തിട്ടുള്ള ആദ്യം മുതൽ സ്വീകരിച്ചിട്ടുള്ള നയം എതിർപ്പ് ഈ BJPയോടും കോൺഗ്രസിനോടും ഉള്ളത്. BJPക്കാരെങ്കിലും സംസാരിക്കാൻ നോക്കിയിട്ടുണ്ടോ? വരാനോ വല്ല സമയം വല്ലതും ചോദിച്ചിട്ടുണ്ടോ അവര്? ഇല്ല ഇല്ല, ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ ഒരു സമദൂരം മാറുന്നില്ല അല്ലെ? അതൊന്നുമില്ല, ഈ വിഷയത്തിൽ സമദൂരം അല്ല, ശരിയായിട്ടുള്ള ദൂരമായത്. അതായത് ഈ സമദൂരത്തിലും ഇത് രണ്ടും ഉണ്ടല്ലോ, നല്ലതും ചീത്തയും ഉണ്ടല്ലോ. നല്ലതിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നു, തെറ്റിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നില്ല. അല്ല, ഏത് പോയിന്റിൽ വെച്ചത് ഈ കോൺഗ്രസുമായി ഉണ്ടായിരുന്ന ഒരു ബന്ധം അത് മാറി തുടങ്ങിയത്? ഇത് സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതിന് ശേഷമാണോ? പുതിയ നേതൃത്വം എത്തിയതിനു ശേഷം? അല്ലല്ലോ. അതിന് മുൻപേ പ്രശ്നങ്ങളുണ്ട്. അല്ല, അതിനുശേഷം അല്ല, സതീശൻ വന്നതിന് ശേഷം അല്ല, ഈ അവരുടെ കാലഘട്ടം മാറി. അതുകൊണ്ടാ ഈ വിഷയത്തില് അവര് ആദ്യം മുതൽ എടുത്ത നിലപാടാ പിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നേ. അത് രണ്ടു കൂട്ടരും അതെ, അല്ലാതെ ഒരു വ്യക്തി വിദ്വേഷം കൊണ്ടോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. അതെ, ഈ നിലവിൽ ഈ വിഷയത്തിലാണ് നിലവിൽ ഇപ്പൊ NSSന്റെ നിലപാട് അല്ലെ? അത് തന്നെ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് അടുത്ത് നിൽക്കുന്ന സമയത്ത് അതൊരു സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അനുനയ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കളുള്ളത്. അതേസമയം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS പ്രതിനിധി M. സംഗീത് കുമാറാണ് അന്ന് പങ്കെടുത്ത്. G. സുകുമാരൻ നായർക്ക് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ അദ്ദേഹത്തിന് പകരമായി M. സംഗീത് കുമാർ എത്തുന്നു എന്നതായിരുന്നു അന്ന് ആ പരിപാടിയിൽ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ വിശദീകരിച്ചത്. ഇപ്പോഴത്തെ NSS കൂടുതൽ അടുക്കുന്നുണ്ടോ CPM-മായി LDF-മായി ഒരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലിലേക്ക് എത്തുമ്പോൾ എന്ന സുപ്രധാനമായ ചോദ്യം ഉയരുന്നതിനിടയിലാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പവും ആശങ്കയും NSS-മായുള്ള സമവായ ചർച്ചകൾ വേണം എന്ന ആവശ്യവുമൊക്കെ ഉയർന്നു നിൽക്കുന്നത്. ഷിനോജ് എസ് വിവരങ്ങളുമായി നമുക്കൊപ്പം കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ഷിനോജ്, മധ്യകേരളത്തിന്റെ രാഷ്ട്രീയം മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ NSS-ന് അതിനിർണായകമായ ഒരു ഇടവും സ്ഥാനവും ഒക്കെ ഉണ്ടല്ലോ. അനന്തകൃഷ്ണൻ കൂടി തിരുവനന്തപുരത്തുണ്ട്. ഷിനോജ്, മധ്യകേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ NSS-ന് വളരെ നിർണായകമായൊരു റോളുണ്ട്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS-ന്റെ പ്രതിനിധിയെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു, SNDP ജനറൽ സെക്രട്ടറിയെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു, KPMS-ന്റെ നേതാക്കളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ എണ്ണിയെടുത്താൽ ഇപ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയ പ്രസംഗത്തിൽ ഏത് സമുദായ സംഘടന മുതൽ ഏത് സമുദായ സംഘടന വരെ ദീർഘമായ ലിസ്റ്റാണ്. ഈ സമുദായ സംഘടനയെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണല്ലോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിജയമായി സർക്കാർ അവകാശപ്പെടുന്നത്. അപ്പോൾ NSS-നെയും ഒപ്പം നിർത്താൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്കൊന്നു ഏത് തരത്തിലാണ് NSS-മായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ചകളും നടക്കുന്നത്? ഷിനോജ്, രതീഷ, സമീപകാലത്ത് NSS-ന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ രാവിലെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് സമദൂരം എന്നതിനേക്കാൾ അപ്പുറത്ത് സമദൂരത്തിൽ തന്നെ നല്ലതും ചീത്തയുമുണ്ട്, അതിൽ നല്ലതിനൊപ്പം നിൽക്കാനാണ് NSS-ന്റെ തീരുമാനം. ആ നല്ലത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് സ്വാഭാവികമായും കഴിഞ്ഞ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ച് ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം സർക്കാരിനെതിരെ പരസ്യമായി തന്നെ തെരുവിലേക്ക് ഇറങ്ങിയ സംഘടനയാണ് NSS എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം NSS സർക്കാരുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. പക്ഷേ ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം ആ ബന്ധത്തിൽ ഒരു മാറ്റം
തയ്യാറാകുന്നു, ആ ബന്ധം കുറച്ചുകൂടി ഊഷ്മളമാകുന്നു, സർക്കാരുമായി കൈകൊടുക്കാൻ NSS തയ്യാറാകുന്നു എന്നാണ് ഈ വരികൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ വിഷയത്തിൽ, അതായത് ഈ നിലവിലുള്ള ഈ വിഷയത്തിൽ മാത്രമാണ് അത്തരത്തിൽ ഒരു കൈകൊടുക്കൽ എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. മറ്റു ചില വിഷയങ്ങളുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതിനെ ഇതിനെ ചേർത്ത് വായിക്കേണ്ടതില്ല എന്ന് കൂടി NSS പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ NSSനൊപ്പം സമദൂരം എന്ന് പറയുമ്പോഴും NSSന്റെ മനസ്സ് എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പമായിരുന്നു. ആ മനസ്സ് ഇപ്പോൾ ഇടത്തേക്ക് ചായുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ വാർത്തകളൊക്കെ സംസാരിക്കുമ്പോൾ നേരത്തെയും NSSന്റെ നിലപാട് പല വിഷയങ്ങളും ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ NSS പല ഘട്ടത്തിലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ NSS ഓരോ വിഷയത്തിലും എടുക്കുന്ന നിലപാട്, അതിൽ ഉറച്ചു നിൽക്കുന്നത്, അതിനപ്പുറത്തേക്കുള്ള പ്രസ്താവനകളിലേക്ക് പോകാത്തത്, അങ്ങനെ പരസ്യമായ പ്രതികരണത്തിലേക്ക് പോകാത്തതൊക്കെ നമ്മൾ പല വിഷയങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നാമജപ ഘോഷയാത്ര നടത്തി, നാമജപ വിശ്വാസികളെ സംഘടിപ്പിക്കൽ, ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ സമരം NSSന്റെ ഭാഗത്തുണ്ടായി. NSSന്റെ സംഘടനാശേഷി എത്രത്തോളം വലുതാണ് എന്നൊക്കെ അന്ന് കണ്ടതാണ്. ഇപ്പോൾ രാഷ്ട്രീയമായി പലർക്കും പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷത്തെ പരിപൂർണമായി പിന്തുണയ്ക്കുന്നു എന്നൊരു നിലപാട് NSS സ്വീകരിക്കുന്നുണ്ടോ? വിഷയാധിഷ്ഠിതം എന്ന നിലപാടിലെ സർക്കാർ പരിപൂർണമായി ശബരിമല വിഷയത്തിൽ തിരുത്താം എന്ന ഉറപ്പ് NSSനെ ബോധ്യപ്പെടുത്തിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഷിനോജ്? വിഷയാധിഷ്ഠിതമാണെന്ന് പറയുമ്പോഴും സർക്കാരിന് ആ നിലപാട് നൽകുന്ന സന്തോഷം അത് വളരെ വലുതാണ്. കാരണം കഴിഞ്ഞ നാളുകളൊക്കെയായി തെരഞ്ഞെടുപ്പ് സമയത്ത് ഉൾപ്പെടെ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയത് NSSന്റെ പല നിലപാടുകളുമായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം അത് സർക്കാരിനെയും അന്നത്തെ LDFനെയും ഒക്കെ തന്നെ ഇത്തരത്തിലാണ് ബാധിച്ചതെന്നൊക്കെ നമുക്ക് കണ്ടതാണ്. പക്ഷേ അതൊക്കെ കടന്നു, ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ നിലപാട് വിഷയമാറ്റത്തിൽ സർക്കാരിനൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് വിശ്വാസ പ്രശ്നത്തിൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്നത് LDF സർക്കാരാണെന്നൊക്കെ തന്നെ പറയുന്ന സമയത്ത് NSSന്റെ നിലവിലെ മനസ്സ് എങ്ങോട്ടാണ് സംബന്ധിച്ച് വ്യക്തമാവുകയാണ്.